മുഹമ്മദിനെ അറിയില്ല. അല്ലാഹു അക്ബർ എന്നുച്ചത്തിൽ വിളിക്കുന്നത് തീവ്രവാദികൾ കാഫിറുകളെ കൊല്ലുമ്പോഴാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മീഡിയ വൺ അത് ഇന്നീ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമുള്ള പ്രസ്താവന എന്ന് പറയുമോ? സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമോ? ചെയ്യില്ല എന്ന് മാത്രമല്ല, പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ അവർ പ്രവാചക നിന്ദയ്ക്കും മതവിദ്വേഷത്തിനും കേസെടുപ്പിക്കുകയും ചെയ്യും. രാമനെ അറിയില്ല, ജയ് ശ്രീറാം ഒരു കൊലവിളിയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്നാട്ടിലെ ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് സംഘവിരുദ്ധ രാഷ്ട്രീയ പ്രചാരണം എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ. എന്താണ് ഇതിൻ്റെയൊക്കെ വസ്തുത? ഇവർ പറയുന്നത് പോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജയ് ശ്രീറാം വിളിച്ച് കൊല്ലപ്പെടുകയാണോ? നിങ്ങൾ നേരിട്ട മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ അറിഞ്ഞ എത്ര ഇതുപോലെയുള്ള കേസുകളുണ്ട്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മക്ടൂബ് മീഡിയ, മീഡിയ വൺ, മാധ്യമം, തേജസ്, സിറാജ്, ആൾട്ട് ന്യൂസ്, സുബൈർ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നടന്ന ധാരാളം ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികൾ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിച്ചു എന്ന ശീർഷകത്തിൽ നൽകിയിട്ടുണ്ട്. ദ ഹിന്ദു, വയർ, NDTV ഒക്കെ ഇത് ഏറ്റുപിടിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ആരെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടോ? ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് ഏജൻസി ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണ പരമ്പരകളുടെ വാർത്ത ഇതിൽ അവർ മേൽ സൂചിപ്പിച്ച ഇസ്ലാമിക സംഘടനകൾ നൽകിയ ഡൽഹി കലാപം ഉൾപ്പെടെയുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20ഓളം എണ്ണം തീർത്തും വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജയ് ശ്രീറാം വിളിച്ച് എന്നത് കേസിന് ബലം ചേർക്കാൻ വ്യാജമായി നൽകിയതാണ് എന്ന അന്വേഷണത്തിൽ ബോധ്യമായി. എന്നിട്ടും വാർത്ത തിരുത്തി നൽകാൻ ഇവർ ആരും തയ്യാറായിട്ടില്ല. ജയ് ശ്രീറാം വിളിച്ച് കൊലപ്പെടുത്തിയ തുലോം തുച്ഛമായ ഏതെങ്കിലും കേസുകൾ മാത്രമേ നിങ്ങൾക്ക് 145 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് കാണാൻ കഴിയുമെങ്കിലും ജയ് ശ്രീറാം എന്നത് കൊലവിളിയായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടണം. ചെറുതും വലുതുമായി നടക്കുന്ന എല്ലാ കലഹങ്ങളിലും ഒരു പക്ഷത്ത് നിൽക്കുന്നവർ നിരന്തരം ഈ വാക്ക് കുത്തിക്കയറ്റി വാർത്തയാക്കി അത് സാമാന്യവൽക്കരിക്കുകയും നിഷ്കളങ്കരായ ആളുകളിൽ അപകർഷത ഉണ്ടാക്കുകയും ചെയ്യണം. ഇതിനുവേണ്ടി വേടൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ സമർത്ഥമായി ഉപയോഗിക്കുകയാണ്. ബ്രാഹ്മണ്യത്തിനെതിരെ, സംഘപരിവാറിനെതിരെ എന്നൊക്കെ പറയുന്നത് ഒന്നാന്തരം അടവാണ്. ഇവരുടെ ലക്ഷ്യം ഇവിടത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുക എന്നത് മാത്രമാണ്. അതിന് അംബേദ്കറിൻ്റെ വാക്യങ്ങൾ കടമെടുക്കുന്ന അവർ പക്ഷെ ഒരിക്കലും ഇസ്ലാമിക വർഗീയതയ്ക്കെതിരെ അംബേദ്കർ തന്നെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല. ബുദ്ധമത വിശ്വാസിയായിരുന്ന അംബേദ്കറിനെ പൊഴുത്തുന്ന വേടൻ്റെ വീട്ടിലെ നായയുടെ പേര് എന്തുകൊണ്ട് ബുദ്ധൻ എന്നാക്കി എന്നവർ ചോദിക്കുകയുമില്ല. ബുദ്ധൻ എന്നതിന് പകരം മുഹമ്മദ് എന്നായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെയൊക്കെ പൊല്ലാപ്പ്? കേവലം ഒരു ചോദ്യപേപ്പറിൽ ഈ പേര് വന്നതിനല്ലേ ഒരു അധ്യാപകന്റെ കൈയും കാലും വെട്ടി അരിഞ്ഞത്? അന്ന് അവിടെ മുഴങ്ങിക്കേട്ടത് അല്ലാഹു അക്ബർ എന്നല്ലേ, അല്ലാതെ ജയ് ശ്രീറാം അല്ലല്ലോ. വാര്യംകുന്നൻ മുതൽ തുടങ്ങി ഇങ്ങ് മാറാടും പാലക്കാടും ആലപ്പുഴയിലുമൊക്കെ നടന്ന കലാപങ്ങളിലും കൊലപാതകങ്ങളിലും അക്രമികളെ പിന്തുണച്ച് നടന്ന ജാഥകളിലുമൊക്കെ ഉച്ചത്തിൽ കേട്ടതും മറ്റൊന്നുമായിരുന്നില്ലല്ലോ. സിറിയയിലും ഇറാഖിലും ലിബിയയിലും ക്രിസ്ത്യൻ, കുർദ്, യസീദി വംശഹത്യയുമായി ഭരണകൂട ധ്വംസനം നടത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകത്തെ ഭയപ്പെടുത്താൻ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? മുഷ്ടി ചുരുട്ടി ചൂണ്ടുവിരൽ ഉയർത്തി അവർ പൊക്കിക്കാണിച്ച പുസ്തകം ഏതായിരുന്നു? അഫ്ഗാനിൽ അവശേഷിക്കുന്ന ബൗദ്ധ, ആര്യ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ താലിബാൻ നടത്തുന്ന കൂട്ടക്കുരുതികൾ ജയ് ശ്രീറാം വിളിച്ചായിരുന്നു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്കും അഹമ്മദിയർക്കും സൂഫികൾക്കും സിഖ്, ജൈന, ഹിന്ദു വിഭാഗങ്ങൾക്കുമെതിരെ ജെയ്ഷെ മുഖത്ത് നടത്തുന്ന വംശീയ ഉന്മൂലനങ്ങൾ, അവരെ നടുറോഡിൽ നിർത്തി പ്രാകൃത ആചാരപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുന്നത്, പച്ചയ്ക്ക് തീ കൊടുത്തു നോക്കെ എന്ത് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് എന്നത് പരിശോധിച്ചു നോക്കണം. ആഫ്രിക്കയിൽ ആദിമ നിവാസികൾക്കെതിരെ, ആഫ്രിക്കയുടെ പരമ്പരാഗത ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ബൊക്കോ ഹറാം തീവ്രവാദികൾ നടത്തുന്ന കൊലവിളികൾ ഗാസയിലും യൂറോപ്പിലും അമേരിക്കയിലും എന്തിന് അഭയാർത്ഥികളെ സ്വീകരിച്ച ലോകത്തിന്റെ സകല മുക്കിലും മൂലയിലും മുഴങ്ങിക്കേൾക്കുന്നതും അത് കേട്ട ആളുകൾ ഭയന്നോടുന്നതുമായ വാർത്തകളൊക്കെ തത്സമയം കൺമുന്നിലുള്ളപ്പോൾ അതൊന്നും പറയാൻ ധൈര്യമില്ലാതെ മജ്ജയും മാംസവും ക്ഷയിച്ച് സമാധിയാവാൻ കാത്തിരിക്കുന്ന എന്നോ പഴകിയ ജാതീയത കുത്തിപ്പൊക്കാനാണ് ചില വേടന്മാർക്ക് താല്പര്യം. 85% ഹിന്ദുക്കൾ വസിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് രാമനെ അറിയില്ല, ജയ് ശ്രീറാം കൊലവിളിയാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടും ഇവിടെ ഫാസിസം എന്നാണ് പറയുന്നത്. എന്നാൽ അതേ കാര്യം ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ബ്ലാസ്ഫമി കുറ്റം ചുമത്താർത്തി അകത്തിടും. തീവ്രവാദികൾ വന്ന് ആക്രമിക്കുകയും ചെയ്യും. അതിനെ പക്ഷെ നമ്മൾ വിളിക്കുന്നത് മതേതരത്വം എന്നാണ്. എന്തായാലും വിലക്കെടുത്ത വേടന്മാർ ഇനിയും പാറട്ടെ, ഇരട്ടത്താപ്പുകളൊക്കെയും പുറത്തു ചാടട്ടെ.
ഇസ്ലാമിസ്റ്റുകൾ കെട്ടിപ്പൊക്കിയ വ്യാജ സീമ കൊലയുടെ സത്യാവസ്ഥയും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വേടൻ വലിയ രീതിയിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആളുകളെ കൊല ചെയ്യപ്പെടുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഹമാസിനെ കുറിച്ചും ഹിസ്ബുള്ളയെക്കുറിച്ചും ഹൂത്തികളെക്കുറിച്ചുമൊക്കെ വേടന് അറിയാമോ? ഇവിടെ ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കൈപ്പത്തി വെട്ടിമാറ്റിയ അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരു ദുരന്തമായിരുന്നു. ഒരു പുസ്തകത്തിൽ ഒരു ചോദ്യപേപ്പറിൽ ഒരു മതത്തിൻ്റെ പ്രവാചകന്റെ പേര് വന്നതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ, ക്രൂരതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആർക്കോ വേണ്ടി വായിട്ടലയ്ക്കുന്ന, വായ്ത്താളം മുഴക്കുന്ന, ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന വേടൻ എന്ന് പറയുന്ന രാമനെ അറിയാത്ത പക്ഷേ ജയ്ശ്രാം വിളി കേട്ടിട്ടുള്ള വേടന് അറിയാമോ? സത്യത്തിൽ വേടൻ എന്ന് പറയുന്ന റാപ്പർ പാട്ടുകാരൻ, അയാളോട് പരമ പുച്ഛമാണ് തോന്നുന്നത്. അയാൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഇത് ഇന്ത്യയാണ് ഹേ, ഇത് മതേതരത്വമാണ്. അത് കയ്യും കാലും വെട്ടി പാവങ്ങളെ തുണി താഴ്ത്തി നോക്കിയും കലിമ ചൊല്ലിച്ചും മതം ചോദിച്ചും കൊല്ലുന്ന നിങ്ങൾ വിചാരിക്കുന്ന ഇന്ത്യ അല്ല. അങ്ങനെ ഇന്ത്യയെ മതം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവരെ തീർക്കാൻ കഴിവുള്ള ഇന്ത്യ. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞിട്ടല്ല പഹൽഗാമിൽ 27 പേരുടെ ജീവൻ എടുത്തത്. അത് മതം ചോദിച്ചുകൊണ്ടാണ്. അമുസ്ലിങ്ങളായവരെയാണ് തീർത്തത്. അമുസ്ലിങ്ങളല്ലാത്തവരെയാണ് തുണി അഴിച്ച് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കിയിട്ട് തീർത്തത്. മോനെ വേടാ, നീ ഇനിയും ഒരുപാട് വളരാനുണ്ട്. അതായത് നീ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ നിനക്കൊന്നും അറിയില്ല, നീ കൊച്ചുകുട്ടിയാണ്. കാരണം നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതിൽ കിടന്ന് മെഴുകി അലക്കി വാരുകയാണ് നീ. ഇന്ത്യയെക്കുറിച്ച് നിനക്കറിയില്ല, ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് നിനക്കറിയില്ല, ഇന്ത്യയിൽ നടക്കുന്ന മതങ്ങളെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഇവിടെ ക്രൂശിക്കപ്പെടുന്ന ജനങ്ങളെയോ കുറിച്ച് നിനക്കറിയില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാണ്, പൂജാരിമാരെ കൊന്ന് അമ്പലത്തിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടപ്പോൾ എവിടെയായിരുന്നു വേടാ നിന്റെ ഈ മതേതരത്വമൊക്കെ? അന്ന് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണോ ബംഗ്ലാദേശിലെ ഈ കൊടും ക്രൂരന്മാർ ഈ പാവങ്ങളെ കെട്ടി തൂക്കിയതും കൊലപ്പെടുത്തിയതും അമ്പലങ്ങൾ നശിപ്പിച്ചതും? അപ്പോൾ നിനക്കൊരു അജണ്ടയുണ്ട്, വേടനൊരു അജണ്ടയുണ്ട്. ആ അജണ്ട വേടനിലൂടെ ചിലർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വേടൻ്റെ ഊളത്തരത്തിനൊന്നും കാതോർക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. വേടൻ്റെ വിഷയം അല്ലെങ്കിൽ വേടൻ എന്ന വിഷയം പാഠപുസ്തകമൊക്കെ ആക്കാൻ തീരുമാനിച്ചു. കഞ്ചാവ് അടിക്കുന്നവനെയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചവരോടൊരു ചോദ്യം. അങ്ങനെ കഞ്ചാവ് അടിച്ച് പിടിക്കപ്പെടുന്ന എത്രയോ കുട്ടികൾ ഇവിടെയുണ്ട്. പിന്നീട് നന്നായവരുമുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തവരുമുണ്ട്. ഈ കഞ്ചാവ് എങ്ങനെ അടിക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത്?